ലോക്സഭാ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാതെ തൃണമൂൽ കോൺഗ്രസ്. പ്രമേയത്തിൽ തൃണമൂൽ എംപിമാർ ഒപ്പുവച്ചില്ല. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, പറയൂ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ലോക്സഭാ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാതെ തൃണമൂൽ കോൺഗ്രസ് മാറി നിൽക്കാനുള്ള കാരണം എന്താണ്? നാലാം ദിവസവും പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുകയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവിനടക്കം സംസാരിക്കാൻ അവസരം നൽകുന്നില്ല എന്ന് അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത്. സ്പീക്കർ പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ അവസരം നൽകുന്നില്ല, പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം നിഷേധിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ അവിശ്വാസ പ്രമേയത്തിൽ മറ്റ് പ്രതിപക്ഷ എംപിമാരെല്ലാം തന്നെ ഒപ്പിട്ടെങ്കിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ എംപിമാർ ഇതിൽ നിന്നും പിൻവാങ്ങിയത് വളരെ അതിശയകരമാണ്. ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കുന്ന തൃണമൂൽ കോൺഗ്രസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യ സഖ്യത്തിൽ നിന്നും അല്പം അകലം പാലിക്കുന്നു. മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട പരിപാടികളിലോ പങ്കെടുക്കുന്നില്ല. മറിച്ച് ഇന്ത്യ സഖ്യത്തിനെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉയർത്തുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഇത്തരം രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കണം ഒരുപക്ഷെ തൃണമൂൽ കോൺഗ്രസിൻ്റെ എംപിമാർ ഈ സ്പീക്കർക്കെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയത്തിൽ ഒപ്പിടാഞ്ഞത്. അതേസമയം ഇന്നും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ സ്തംഭിക്കുന്ന നിലപാടായിരുന്നു, അല്ലെങ്കിൽ സഭ സ്തംഭിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. സ്പീക്കർ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയത് ഇതിനോടകം തന്നെ പ്രതിപക്ഷത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ പ്രതിപക്ഷം സഭ സ്തംഭിപ്പിച്ചതിലൂടെ ഏതാണ്ട് 19 മണിക്കൂർ 13 മിനിറ്റ് നഷ്ടമായി. ഇതിലൂടെ ഏതാണ്ട് 57 കോടി രൂപയോളം പൊതുഖജനാവിന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ സഭ ചേർന്നപ്പോൾ ഇന്ന് ബജറ്റിന്മേലുള്ള ചർച്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ബജറ്റിന്മേലുള്ള ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബജറ്റിന്മേലുള്ള ചർച്ചയിൽ ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം നൽകി. എന്നാൽ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചില്ല. ആദ്യം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും ശശി തരൂരിനായിരുന്നു സംസാരിക്കാൻ വിളിച്ചത്. ശശി തരൂർ സംസാരിക്കാതെ പ്രതിപക്ഷ നേതാവിന് അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവിന് അവസരം നൽകാം, വിഷയത്തിലൂന്നി മാത്രമേ സംസാരിക്കാവൂ എന്ന് സ്പീക്കർ റൂളിംഗ് നൽകി. എന്നാൽ പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കുകയായിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും ഒരുപക്ഷെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും സമാന നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. രാഖി, എന്തായാലും ഇന്ത്യ മുന്നണിയിൽ വിള്ളൽ എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. ലോക്സഭാ സ്പീക്കർക്കെതിരായ അവിശ്വാസ പ്രമേയത്തെ പിന്തുണയ്ക്കാതെ തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിന്നു.